കേരളത്തിലെ ദയനീയമായ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി ചേർന്ന് എന്തൊക്കെയാണ് കുഴപ്പങ്ങളുണ്ടായിരുന്നത് എന്ന് വിലയിരുത്തുന്ന തിരക്കിലാണ്. താഴെ തലത്തിലെ കമ്മിറ്റികളും അത്തരം ചർച്ചകളിലേക്ക് പോകും. പക്ഷേ ഇതിനിടയിൽ കണ്ട രസകരമായ ഒരു കാഴ്ച, ചില പുതിയ താരോദയങ്ങൾ CPIM-നകത്ത് രൂപപ്പെടുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നടന്നത് ദില്ലിയിലാണ്. ദില്ലിയിൽ ജോൺ ബ്രിട്ടാസ് എന്ന രാജ്യസഭാ മെമ്പർ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരത്തിനിടയിൽ കടന്നു കയറി അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് രാജ്യസഭാ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള AIADMKയുടെ മെമ്പർ തമ്പി ദുരൈ അവരുടെ എക്കാലത്തെയും വലിയ നേതാവായ ജയലളിതയെക്കുറിച്ച് അമ്മ എന്ന് പരാമർശിച്ചപ്പോൾ ഏതമ്മ എന്ന് പലവട്ടം ചോദിച്ച് തമ്പി ദുരൈയെ ക്ഷോഭിപ്പിച്ച ജോൺ ബ്രിട്ടാസിനോട് അദ്ദേഹം സഭ്യമായ ഭാഷയിൽ പറഞ്ഞത് നിന്റെ അമ്മ എന്നാണ്. യഥാർത്ഥത്തിൽ ജോൺ ബ്രിട്ടാസിന് അവിടെ ഇടപെടേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ താൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ധാരണയുള്ള ഒരു ദേശീയ നേതാവാണ് എന്ന തെറ്റായ ധാരണയിൽ നിന്നാണ് ജോൺ ബ്രിട്ടാസ് തമ്പി ദുരൈയുടെ ആട്ട് കേൾക്കാൻ തയ്യാറായി ഇത്തരമൊരു വിഡ്ഢിത്തം ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്നുള്ളവർക്ക് വളരെ വൈകാരികമായ ബന്ധമാണ് ജയലളിതയുമായും MGRുമായും ഒക്കെ ഉള്ളത്. അവർ തിരിഞ്ഞ് മൂക്കിനൊരു ഇടി കൊടുത്താൽ ജോൺ ബ്രിട്ടാസിൻ്റെ എല്ലാ വേലത്തരവും അവസാനിക്കുന്നതാണ്. ഇതിനകത്ത് ഒരു കാര്യം ഉള്ളത്, ജോൺ ബ്രിട്ടാസ് അങ്ങനെ മറ്റുള്ളവരുടെ പൗരാവകാശങ്ങളെയോ സെൻറ്റിമെൻസുകളെയോ ഒന്നും കണക്കിലെടുക്കുന്ന ഒരാളല്ല. ബ്രിട്ടാസിനോട് മാത്രമേ കൂറുള്ളൂ. ബ്രിട്ടാസിൻ്റെ പണപ്പെട്ടി എങ്ങനെ നിറയ്ക്കാം എന്നതിനെക്കുറിച്ച് മാത്രമേ അങ്ങേർക്ക് ധാരണയുള്ളൂ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിനിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ച് ഉത്തരേന്ത്യയിൽ CPIM-ൻ്റെ കൊടി വല്ലാതെ ഉയർത്തിപ്പിടിച്ചു എന്നാണ് ജോൺ ബ്രിട്ടാസിൻ്റെ അവകാശവാദം. അദ്ദേഹം പറയുന്നത് RSSൻ്റെ മുഖത്തറായ ഓർഗനൈസറിൽ മൂന്നാമത്തെ ഭീഷണിയായി ജോൺ ബ്രിട്ടാസിനെ അവർ കാണുന്നുവെന്നാണ്. BJPക്കാർ RSSകാർ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ ആൾ ജോൺ ബ്രിട്ടാസ് ആണെന്നാണ് ബ്രിട്ടാസ് അവകാശപ്പെടുന്നത്. ഓർഗനൈസറിനകത്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ BJPക്കാരും പരസ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാതിരുന്നിട്ടും ബ്രിട്ടാസ് എന്തുകൊണ്ടാണ് താൻ RSSൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ് എന്ന് അവകാശപ്പെടുന്നത്? മുൻപ് ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ബിന്ദു പറഞ്ഞത് അദ്ദേഹമാണ് PM-ശ്രീ കരാർ ഒപ്പിടാൻ വേണ്ടി വലിയ സഹായം ചെയ്തത്, കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനും ഇടയിലുള്ള പാലം അദ്ദേഹമാണെന്നാണ്. ഈയിടെ ജൻസി കുട്ടികളുടെ സമരം കൊണ്ട് രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെൻറ്റിൽ പറഞ്ഞത് ജോൺ ബ്രിട്ടാസിൻ്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളം PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിടില്ല എന്നായിരുന്നു. അത്രയേറെ BJPയുമായി ബന്ധമുള്ള കേരളത്തിൽ KG മാരാരുടെ ജീവചരിത്രം പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ അതിൻ്റെ പ്രതി ഏറ്റുവാങ്ങിയ BJPയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ജോൺ ബ്രിട്ടാസിനെ ഇപ്പോഴെന്തിനാണ് RSS ഹിറ്റ് ലിസ്റ്റിൽപ്പെടുത്തുന്നതിൻ്റെ യുക്തി? തീർച്ചയായിട്ടും ബ്രിട്ടാസ് ഒരു വലിയ നേതാവായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. റീലുകളിലൂടെ ദില്ലിയിൽ തനിക്ക് പരിചയമുള്ള പത്രപ്രവർത്തകരെ ഉപയോഗിച്ചുള്ള വാർത്താ സൃഷ്ടിയിലൂടെ ജോൺ ബ്രിട്ടാസ് ഒരു കേന്ദ്ര നേതാവായി വളരുകയാണ്. MA ബേബിയുടെ തണലിൽ, പിണറായി വിജയൻ്റെ തണലിൽ ജോൺ ബ്രിട്ടാസ് അങ്ങനെ വളർന്ന് മിക്കവാറും അഖിലേന്ത്യാ സെക്രട്ടറി വരെ എത്താനുള്ള സാധ്യത ഇപ്പോഴേ കാണുന്നുണ്ട്. കാരണം CPIM-നകത്ത് പരമാവധി എത്താവുന്ന സ്ഥലം അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. പ്രധാനമന്ത്രിയാവാനുള്ള സ്കോപ്പൊന്നും ആ പാർട്ടിക്ക് ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് പരമാവധി അഖിലേന്ത്യാ സെക്രട്ടറി വരെയെങ്കിലും എത്താൻ പറ്റും. അത് ജോൺ ബ്രിട്ടാസിനെ സംബന്ധിച്ച് ഒരു സ്വപ്നമായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇംഗ്ലീഷും ഹിന്ദിയും അത്യാവശ്യം അറിയാം. ഇത്തരക്കാരൊക്കെ CPIM-നകത്ത് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് ജോൺ ബ്രിട്ടാസ് ഒരു വലിയ താരമായി, നേതാവായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ജോൺ ബ്രിട്ടാസിനെ മറികടക്കാൻ പോരുന്ന മറ്റൊരു നേതാവിൻ്റെ താരോദയവും കാണുകയുണ്ടായി. അത് സംഭവിച്ചത് നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ രക്തസാക്ഷി കുഞ്ഞാലിയുടെ അനുസ്മരണ ചടങ്ങിൽ CPIM-ൻ്റെ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിൻ്റെ കാരണങ്ങളൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് പഴയ സ്പീക്കർ AN ഷംസീർ വലിയ വാർത്താ പ്രാധാന്യം നേടുകയുണ്ടായി. ഷംസീർ പറഞ്ഞത് CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതൊക്കെ പുറത്തൊരു പൊതുയോഗത്തിൽ പറയേണ്ടിയിരുന്നു എന്നാണ് CPM-കാർ തന്നെ അടക്കം പറയുന്നത്.
ഷംസീർ പറഞ്ഞത് വെള്ളാപ്പള്ളിയെ പ്രോത്സാഹിപ്പിച്ചതിൽ തെറ്റുപറ്റി, യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത് തെറ്റായിരുന്നു, അങ്ങനെ ഒരുപാട് തെറ്റുകൾ അദ്ദേഹം എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഈ തെറ്റുകളൊക്കെ തിരുത്തി ഞങ്ങൾ തിരിച്ചു വരും എന്നാണ് ഷംസീർ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഷംസീറിൻ്റെ പാർട്ടിക്ക് മാത്രം ഇങ്ങനെ വലിയ വലിയ തെറ്റുകൾ സംഭവിക്കുന്നത്? പ്രാഥമികമായി ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനം ബോധ്യമുള്ള, ഒരുപക്ഷെ CPIM-ൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാർക്ക് പോലും ധാരണയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കേന്ദ്ര കമ്മിറ്റിക്കും പോളിറ്റ് ബ്യൂറോയ്ക്കും തെറ്റായിട്ട് അവതരിപ്പിക്കേണ്ടി വരുന്നത്? അവർക്ക് മാത്രം എന്തുകൊണ്ടാണ് തെറ്റ് പറ്റുന്നത്? അവർക്ക് എന്തുകൊണ്ടാണ് ശരി ചെയ്യാൻ പറ്റാത്തത്? തുടങ്ങിയ ചോദ്യങ്ങളാണ് സഖാക്കൾ ഇപ്പോൾ ഷംസീറിനോടും MA ബേബിയോടും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലെ ബ്രിട്ടാസിനെ പോലുള്ളവരുടെ മണ്ടത്തരങ്ങളും നേതൃപദവിയിലേക്ക് ഉയരാനുള്ള ആക്രാന്തങ്ങളുമൊക്കെ ചേർന്ന് CPIM-നെ ഇപ്പോൾ ഒരു കോമഡി പീസാക്കി മാറ്റിയിട്ടുണ്ട് കേരളത്തിലും ഇന്ത്യയിലും. അത് CPIM-നകത്തുള്ള താഴേത്തട്ടിലെ സഖാക്കൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്.